എറണാകുളത്ത് ഷൂട്ടിങ്ങിനിടെ കാർ മറിഞ്ഞ് നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപനും പരിക്കേറ്റിട്ടുണ്ട്. ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ MG റോഡിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഷൂട്ടിങ്ങിനിടെയുണ്ടായ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ആണ്. നല്ല തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഈ ഷൂട്ടിംഗ് നടന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. കാറ് അതിവേഗം കടന്നു പോകുകയും അവിടെ ഉണ്ടായിരുന്ന ഫുഡ് ഡെലിവറിക്കാരായ ആളുകൾ അടക്കം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാറ് മറ്റൊരു ബൈക്കിനെ തട്ടിയിട്ട ശേഷം ആണ് പോകുന്നത്. ബൈക്കുകാരൻ്റെ പരിക്ക് സാരമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റു വാഹനങ്ങളിലും ഇടിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ആ വാഹനം, മുന്നിൽ പോയ വാഹനം ക്യാമറ ഘടിപ്പിച്ച വാഹനമാണോ എന്നറിയില്ല. വാഹനം ഓടിച്ചിരുന്നത് സ്റ്റണ്ട് മാസ്റ്ററാണ് എന്ന് പറയുന്നു. പക്ഷേ കടന്നുപോകുന്ന മറ്റു വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വേഗത കൂടുതലായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. മുന്നിൽ പോകുന്ന വാഹനം സാവധാനമാണ് പോകുന്നത്, പിന്നിൽ പോകുന്ന വാഹനങ്ങൾ സാവധാനമാണ് പോകുന്നത്. മറ്റു വാഹനങ്ങളൊക്കെ ആ സമയത്ത് വാഹനങ്ങൾ ഒതുക്കുന്നത് കാണാം. അതേസമയം ഈ ഇടിച്ചു മറിയുന്ന വാഹനം നല്ല സ്പീഡിൽ കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രി 1:15 എന്നാണ് നമുക്ക് ഈ ടൈം മനസ്സിലാക്കേണ്ടത്. അതായത് പുലർച്ചെ 1:11 എറണാകുളം പോലെ വളരെ തിരക്കുള്ള ഒരു സമയമാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ഷൂട്ടിങ്ങിനൊക്കെ അനുമതി ലഭിച്ചത് എന്നത് വിചിത്രമാണ്. ഇത്രയധികം തിരക്കുള്ള സമയത്ത് ഡാനി ഇപ്പോഴിതാ നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ തന്നെ സൂചിപ്പിച്ചതേ ഉള്ളൂ. CCTV ദൃശ്യങ്ങൾക്ക് സാധ്യതയുണ്ട്, അതിൽ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരുമെന്നുള്ളത്. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, അതിവേഗമാണ്. മറ്റു വാഹനങ്ങളൊക്കെ പോകുന്നതിൻ്റെ വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ മിന്നൽ വേഗത്തിൽ പോകുന്ന കാറിനെ കാണാൻ സാധിക്കുന്നു. നിമിഷം കൊണ്ട് അത് മറ്റൊരു വാഹനത്തിലേക്ക് ഇടിക്കുന്നു. ആ വാഹനം സൈഡിൽ, അതും ഏറ്റവും സുരക്ഷിതമായി പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിലേക്ക് ഇടിക്കുന്നു. ദൃശ്യങ്ങളിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാനി. അഭിലാഷ്, വളരെ കൃത്യമാണ്. കാരണം നമ്മൾ നേരത്തെ ഈ CCTV ദൃശ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലഭ്യമായ വിഷ്വലുകൾ അതിലെല്ലാം നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം റോഡിലുണ്ടായിരുന്ന ഒരു തിരക്ക്, അതോടൊപ്പം തന്നെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ പാഞ്ഞു വരുന്ന ഒരു കാറ്, മറ്റു വാഹനങ്ങൾ സാധാരണ ഗതിയിൽ പോകുന്ന വേഗതയിൽ പോകുന്ന വാഹനങ്ങളാണ്. അതിനിടയിലാണ് പാഞ്ഞു വരുന്ന ഒരു കാർ നമ്മൾ കാണുന്നത്. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം, അതോടൊപ്പം തന്നെ മറ്റ് ഇരുചക്ര യാത്രക്കാർ, അവരെല്ലാം റോഡിന്റെ വശങ്ങളിൽ മാത്രമാണ്. അവരിലേക്കാണ് ഈ കാറ് പാഞ്ഞു വരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം, അത് ഒന്നുകൂടി നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നുകൂടി അടിവരയിട്ട് പറയാം, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു ഗുരുതര സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ MG റോഡിൽ കൊച്ചി നഗരത്തിലുണ്ടായ വലിയൊരു അപകടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതിനും എന്തായാലും ആ ഒരു ദുരന്തത്തിലേക്ക് എത്തിയില്ല എന്നതുകൊണ്ട് ഇതിന്റെ ഒരു കാഠിന്യം ഒട്ടും കുറയില്ല. ഇനി അറിയേണ്ടത് ഇതിന് നിയമാനുസൃതമായ അനുമതി വാങ്ങിയിരുന്നോ, ഇത്തരം അപകടകരമായ വേഗതയിൽ വാഹനം ഓടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അനുമതി അടക്കം വാങ്ങിയിരുന്നു എന്നതിലുള്ള ഒരു വിശദീകരണവും കാര്യങ്ങളും എല്ലാമാണ് ഇനി അറിയേണ്ടത്. വരും മണിക്കൂറിൽ കൂടുതൽ വ്യക്തതയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അധികൃതരുടെ അനുമതിയോടുകൂടിയാണോ ഇങ്ങനെയൊരു ഷൂട്ടിംഗ് നടന്നത്? ഇത്രമേൽ വലിയ തിരക്കുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയാൽ തന്നെ അത് മോണിറ്റർ ചെയ്യാനൊന്നും ഒരു സംവിധാനവുമില്ലേ? മറ്റുള്ളവരുടെ ജീവന് ഇത്രമേൽ വില കൽപ്പിക്കാത്തൊരു സംവിധാനമാണോ നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്നതിലൊക്കെ വരും വാർത്തകളിൽ കൂടുതൽ വ്യക്തത കൈവരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഡാനി പോളാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് വൈബ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.